ഫ്രണ്ട്സ്, സേവൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇച്ചിരി 1 കിലോ ബീഫാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് ചെറിയ പീസാക്കി മേടിച്ചതാണ്. എന്നാലും പീസ് കഷ്ണം വലുതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് കൂട്ടി വലിയ പീസൊക്കെ നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് ചെറുതാക്കാം. ഏകദേശം 1 കിലോയേ ഉള്ളൂ കേട്ടോ. വലിയ മുറിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു പീസ്. ഒത്തിരി വലുതായിട്ട് കിടന്നാലും ഒരു സുഖമില്ല. മുറിക്കാൻ പറ്റിയല്ല. എന്നാലും കഴുകി നോക്കാം. കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാം വലുതാണ്. വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നല്ല നെയ്യുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കോട്ടയം സ്റ്റൈലാണ് കേട്ടോ കറി വെക്കുന്നത്. കഴുകട്ടെ കേട്ടല്ലേ, ലോങ് വീഡിയോ ആയി പോകും. കഴുകട്ടെ. ഒരു 6 വട്ടമെങ്കിലും കഴുകണം കേട്ടോ, എന്നാലും അതിൻ്റെ ബ്ലഡൊക്കെ പോകുള്ളൂ. നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഏകദേശം ഒരു അളവിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കറിയാമല്ലോ. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചേർന്നില്ല നമുക്ക് ചേർക്കാം. അപ്പം ഇനി ബാക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കട്ടെ കേട്ടോ. ഈ ബാക്കി നമ്മുടെ കോട്ടയംകാരുടെ കറിക്കകത്ത് എപ്പോഴും തേങ്ങാക്കൊത്ത് നമ്മൾ കൊത്തിയിടും. പൂത്ത് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ തേങ്ങ കൊത്തിയിട്ട് വെപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇച്ചിരി കൂടെ എടുത്തേക്കാം ഉള്ളി. അപ്പം ഞാനിന്ന് സവോള ഇടുന്നില്ല. ഉള്ളി, വെളുത്തുള്ളി നേരത്തെ ഞാൻ ഇച്ചിരി ഒരു സവോളയൊക്കെ ഇടുമായിരുന്നു. ഞാൻ ഇച്ചിരി ഉള്ളി ഏറെ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, തേങ്ങായും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇതെല്ലാം പൊളിച്ച് നമുക്കൊന്ന് സെറ്റാക്കണം. കഴുകിയെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഡയറക്റ്റ് അരിഞ്ഞിടുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരപ്പുകളെല്ലാം ചൂടാക്കി അങ്ങോട്ടേക്ക് ചേർത്ത് മിക്സാക്കി കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാതെ ചേട്ടായി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ ഇത്. കാരണം ഞാൻ സാമ്പാർ വെച്ചായിരുന്നു. ഓൾറെഡി രാവിലെ ഞാൻ എഴുന്നേറ്റ് സാമ്പാർ വെച്ചായിരുന്നു. കറി അത് ഉണ്ടല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇറച്ചിയായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അതിനോട് അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. വെച്ച് വെക്കുവാണെങ്കിൽ പോത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ, ഇഷ്ടമാണ്. ചിക്കനോട് വലിയ അങ്ങനെ താല്പര്യമില്ല, കൂട്ടുമെന്നേ ഉള്ളൂ. ഇപ്പോൾ പോത്തിനോടാണ് ഭയങ്കര ഇഷ്ടം. ചിക്കനും പോത്തും വെച്ച് നോക്കുമ്പം പോത്തിനോടാണ് കേട്ടോ താല്പര്യം. മോട്ടർ നിറഞ്ഞു. അയ്യോ. അപ്പോൾ ഞാനിതൊന്നൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി. ചെറിയുള്ളി കറിക്കിടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സവോള ഇടുന്ന പോലെയല്ല, ചെറിയുള്ളി നമ്മുടെ കറികൾക്കൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവോള ചേർക്കേണ്ടടുത്ത് നമ്മൾ സവോള ചേർക്കണം കേട്ടോ. പക്ഷേ ആ സവോള ചേർക്കുന്ന കറിയിലും നമ്മൾ ചെറിയുള്ളി ചേർക്കണം. തോരനൊക്കെ ആണെങ്കിലും സവോളയൊക്കെ അരിഞ്ഞിടുന്നേക്കാളും ഒരു ഉള്ളി ചേർത്തുള്ളിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഉള്ളിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ടേസ്റ്റാണ് ഈ ഉള്ളിക്ക്. ഉള്ളിത്തീയൽ വെക്കുമ്പോഴത്തേനും തന്നെ നമുക്കറിയാമല്ലോ, ഉള്ളിത്തീയൽ എന്നാ അടിപൊളി. എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഉള്ളിത്തീയൽ. ഞാനങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല. ഫേവറേറ്റ് നമ്മൾ ഈ സദ്യക്കൊക്കെ പോകുമ്പോഴത്തേനും കിട്ടുന്ന അങ്ങനെ കഴിക്കുന്ന വേപ്പുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഒത്തിരി വേണ്ടേ പൊളിച്ചെടുക്കാൻ. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ അത്യാവശ്യം പൊളിച്ചു. മതിയും തോന്നും. ഒരു സവോളയുടെ എത്ര ആയിട്ടുണ്ടെന്ന് തോന്നും. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ
നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല അത്യാവശ്യം ഇച്ചിരി കൂടുതൽ വേണം ചേർക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ കൂടുതൽ ചേർത്ത് ഇത്ര മതി. ഇനി എടുത്തതിൻ്റെ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോന്നേ. ബാക്കിയും കൂടി ഞാനൊന്ന് അരിഞ്ഞ് സെറ്റാക്കട്ടെ. നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ കഴുകിയിട്ട് മുറിച്ചിടണം കേട്ടോ അതിൻ്റെ അകത്തോട്ട്. നമ്മളെല്ലാം അരിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടുള്ള അരപ്പും കൂടെ നമുക്ക് റെഡിയാക്കി ഇതിലോട്ട് ചേർത്തിട്ട് ഇളക്കി കുക്കറിൽ വെച്ച് ഒരു 6-7 വിസിലടിക്കുന്നിടം വരെ വേവിക്കാം കേട്ടോ. അപ്പോൾ ദേ മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം എണ്ണ ഒഴിച്ചു. ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഓഫാക്കണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കാൻ മതി. ഓഫാക്കി കഴിഞ്ഞ് ശരിയായിട്ടില്ല. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. താത്തി വെച്ചിട്ടല്ലേ പൊടി കരിഞ്ഞു പോകും കേട്ടോ. താത്തി വെച്ചിട്ട് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. രണ്ട് സ്പൂൺ മീറ്റ് മസാല, ഒരു പാകത്തിന് ഒരു അളവിനിട്ടാൽ മതി കേട്ടോ. ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നമ്മളത് പൊടിയൊക്കെ ഒന്ന് ചൂടാവണ്ടേ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല. പൊടി നന്നായിട്ട് ചൂടാകുന്നതും വരെ ഇളക്കണം. അപ്പോൾ ഈ അരപ്പ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇറച്ചിക്കകത്തോട്ട് നമ്മൾ അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് നല്ലപോലെ ഇളക്കി മിക്സാക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വലിയ പീസാണോ? അല്ല. അപ്പോൾ നല്ലപോലെ ഇളക്കി ലേശം എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ഈ സമയത്ത്. എരിവൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ ആക്കിയിട്ടുണ്ട്. തവിയൽ അരപ്പ് കൂടെ അങ്ങ് ഇടുന്നുണ്ടേ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അതൊരു 7 വിസിൽ ആകണം. കുക്കർ തീയെ വെക്കാം കേട്ടോ. കുക്കറൊക്കെ തീയെ കയറിയിട്ടുണ്ട്. ഇനി ആവട്ടെ കേട്ടോ. കഴിഞ്ഞിട്ടുള്ള കറി കാണിച്ചു തരാവേ. അപ്പോൾ ദേ നമ്മുടെ ബീഫൊക്കെ ദേ റെഡിയായി കുക്കറിനകത്ത് ഇരിപ്പുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഇത് നല്ലപോലെ ആവിയൊക്കെ പറന്ന് നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്.
നല്ല കപ്പയുടെ കൂട്ടത്തിൽ നെയ്യ്, അത്യാവശ്യം നെയ്യ് ഉള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടി ഇച്ചിരി ഞാൻ ഇങ്ങനെ കഴിക്കില്ല കേട്ടോ, ഞാൻ ഇത് കൂട്ടി ഇച്ചിരി എടുത്തിട്ട് ഫ്രൈ ചെയ്യും. ആയിട്ടുള്ളത് ഞാൻ നല്ലപോലെ ഫ്രൈ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം എല്ലാ തവണയും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.